പ്രിയ മക്കളെ, ഈ അത്ഭുത വചനക്കൊന്ത നിങ്ങളുടെ നിയോഗങ്ങൾ വെച്ച് നിങ്ങൾ ചൊല്ലുക. നിങ്ങളുടെ ആവശ്യങ്ങൾ, നിങ്ങളുടെ നിയോഗങ്ങൾ എന്ത് തന്നെയായാലും ഈ വചനം വെച്ച് നിങ്ങൾ ചൊല്ലുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾക്ക് പരിഹരിക്കാനാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് എങ്ങനെയാണ് ചൊല്ലേണ്ടതെന്ന് പറഞ്ഞു തരാം. വിശ്വാസത്തോടെ നിങ്ങൾ ഈ വചനക്കൊന്ത ചൊല്ലുക. കൊന്തയിടത്ത് നിങ്ങൾ ആദ്യം വിശ്വാസ പ്രമാണം ചൊല്ലുക. അത് കഴിഞ്ഞ് ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 4-12 മുതലുള്ള വാക്യങ്ങൾ. ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതാണ്. അത് ഒരു പ്രാവശ്യം ചൊല്ലി കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഒന്നാം രഹസ്യത്തിൽ ദൈവത്തിനൊന്നും അസാധ്യമല്ല ലൂക്ക 1:37 10 പ്രാവശ്യം ചൊല്ലുക. അത് കഴിഞ്ഞ് വീണ്ടും നിങ്ങൾ ഹെബ്രായർ 4:12 ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ് ഒരു പ്രാവശ്യം ചൊല്ലുക. അത് കഴിഞ്ഞ് നിങ്ങൾ വീണ്ടും രണ്ടാം രഹസ്യം, അങ്ങേക്കെല്ലാം സാധിക്കുമെന്നും അങ്ങയുടെ യാതൊരു ഉദ്ദേശം തടയാനാവില്ലെന്ന് ഞാൻ അറിയുന്നു, ജോബ് 42:2 10 പ്രാവശ്യം വിശ്വസിച്ചുകൊണ്ട് ചെല്ലുക. അത് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ ഒരു പ്രാവശ്യം ഹെബ്രായർ 4-12 വാക്യം ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ് ഒരു പ്രാവശ്യം ചെല്ലുക. അത് കഴിഞ്ഞ് നിങ്ങൾ വീണ്ടും മൂന്നാം രഹസ്യത്തിലേക്ക്, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്, ലൂക്ക 18:27 10 പ്രാവശ്യം വിശ്വസിച്ചുകൊണ്ട് ചെല്ലുക. അത് കഴിഞ്ഞാൽ വീണ്ടും ഹെബ്രായർ 4:12 ദൈവത്തിൻ്റെ വചനം ഊർജ്ജസ്വലവും സജീവവുമാണ് ഒരു പ്രാവശ്യം ചെല്ലുക. അത് കഴിഞ്ഞാൽ വീണ്ടും നാലാം രഹസ്യത്തിലേക്ക് നിങ്ങൾ കടന്നു. നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും, സങ്കീർത്തനം 55:22 വിശ്വസിച്ചുകൊണ്ട് നമ്മൾ 10 പ്രാവശ്യം ചെല്ലുക. വീണ്ടും നമ്മൾ ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ 4:12 ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ് ഒരു പ്രാവശ്യം ചെല്ലുക. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും അഞ്ചാം രഹസ്യത്തിലേക്ക് ചെല്ലാണ്. ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായ എന്തെങ്കിലുമുണ്ടോ, ജെറമിയ 32:27 10 പ്രാവശ്യം നമ്മുടെ നിയോഗങ്ങൾ വെച്ചിട്ട് നമ്മൾ വിശ്വസിച്ചുകൊണ്ട് ചെല്ലുക. അത് കഴിഞ്ഞ് വീണ്ടും ഹെബ്രായർ 4:12 ഒരു പ്രാവശ്യം ചെല്ലുക ദൈവത്തിൻ്റെ വചനം. അത് കഴിഞ്ഞാൽ നമ്മൾ അവസാനം ചെല്ലാം, ഓ ഈശോയെ, വിശ്വാസത്തോടുകൂടി ഈ വചനക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ നിയോഗങ്ങളെ അവിടുന്ന് ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.